ശക്തിയും ലക്ഷ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ശക്തി ശക്തിയെ ബഹുമാനിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ശക്തി ലക്ഷ്യബോധത്തെ നേരിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്ക എപ്പോഴും കഠിനശക്തിയുമായി മത്സരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ വിശ്വാസത്തിൽ നിന്നുള്ള ശക്തിയെ, അതിൻ്റെ ഉയർച്ചയെ, അതിനെ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. ചൈനയെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് അതിന് നിയമങ്ങളുമുണ്ട്, ഘടനകളുമുണ്ട്. പക്ഷേ ഇന്ത്യ അതെല്ലാം തകർക്കുന്നു. പുതിയ നിയമങ്ങൾ എഴുതുകയാണ്. ഇന്ത്യ മുന്നേറുകയാണ്. ഇന്ത്യയുടെ ഉയർച്ചയെ അമേരിക്ക ഭയത്തോടെയാണ് നോക്കുന്നത്. കാരണം ഇത് വെറും സാമ്പത്തിക മുന്നേറ്റമല്ല, ഇത് ബുദ്ധിയുടെ, ആത്മാവിൻ്റെ ഉണർവാണ്. ഇന്നത്തെ ഇന്ത്യ ഒരു ശ്രേഷ്ഠാവാണ്. ചിന്തിക്കുന്നതും വളരുന്നതും ഒരു ശ്രേഷ്ഠാവിനെ പോലെ തന്നെ. സാങ്കേതികവിദ്യകളുടെ പശ്ചാത്തലത്തിൽ സംസ്കൃതം ജപിച്ചും കോഡുകൾ എഴുതുന്ന യുവാക്കൾ, അതാണ് അമേരിക്കയ്ക്ക് ഭീതി ഉളവാക്കുന്നത്. ഇന്ത്യ എന്താണ് നിർമ്മിക്കുന്നത് എന്നതല്ല വിഷയം, ഇന്ത്യ എന്തെല്ലാം വിശ്വസിക്കുന്നു എന്നതാണ് ലോകം ഭയപ്പെടുന്നത്. പ്രചോദനത്തിന് മുന്നിലുള്ള ഭയം. ലോകം എപ്പോഴും മനസ്സിലാക്കാത്തതിനെ ഭയപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്രം. ഇന്ത്യ മനഃപൂർവ്വം ചൈനയെ അവർ വ്യാപാര ഉപാധികളിൽ, സംസ്കരണങ്ങളിൽ അടക്കും. പക്ഷേ ഇന്ത്യയുടെ ഉയർച്ച അളക്കാനാവാത്തതും മനസ്സിലാക്കാനാവാത്തതുമാണ്. ഇത് ഹൃദയത്തിൻ്റെ തിളക്കം, സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണം. അമേരിക്കയ്ക്ക് ശത്രുവിനോടൊപ്പം പോരാടാനാകും. പക്ഷേ ഇന്ത്യ എന്ന പ്രചോദനത്തിന് എതിർക്കാൻ എന്തുണ്ട് അവർക്ക്? പുതിയ ആഗോള കറൻസി. ചൈന വാണിജ്യ ശൃംഖലകളെ പിടിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യ കൂടുതൽ ശക്തമായ ഒന്നിനെ, അർത്ഥം നൽകുന്ന ശേഷിയെ കൈവശമാക്കുന്നു. ഇന്ത്യയുടെ മസ്തിഷ്കങ്ങൾ കോഡ് എഴുതുന്നത് മാത്രമല്ല, ചിന്തയെ തന്നെ പുനരെഴുതുന്നു. സിഇഒമാരും ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും എല്ലാ തലങ്ങളിലും ഇന്ത്യ ഒരു അനിയന്ത്രിത ശക്തിയായി ഉയരുന്നു. ഇതൊരു മത്സരമല്ല, ഇതൊരു ചക്രവാള മാറ്റമാണ്. മൗന വിപ്ലവം. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി ശബ്ദമില്ലാതെ നടക്കുന്നു. യോഗ സെൻ്ററുകൾ, ബോർഡ് റൂമുകൾ, ടെക് ഹബ്ബുകൾ, യൂണിവേഴ്സിറ്റികൾ. അമേരിക്കൻ യുവാവിൻ്റെ ചിന്തയിൽ ധ്യാനം പ്രവേശിച്ചു. ഗീതയെ ഉദ്ധരിക്കുന്ന അമേരിക്കൻ ടീനേജർമാർ, ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ. ഇത് വിജയം പിടിച്ചെടുത്തതല്ല, അവർ തന്നെയാണ് ആ ലോകത്തെ ക്ഷണിച്ചത്. ചൈന ഉണരുകയും കെട്ടിയപ്പോഴേക്കും ഇന്ത്യ സ്വാധീനം വിതറിയിരുന്നു. കണക്കില്ലാത്ത ഭാഷയാകുന്ന ഇന്ത്യയുടെ സംസ്കാരത്തിലൂടെ. ധർമ്മത്തിൻ്റെ ശബ്ദം. അധിനിവേശം പിന്തുടരുന്ന സാമ്രാജ്യത്തെക്കാൾ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ വഴികൾ. അതിൻ്റെ നീക്കം ധർമ്മം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ലോകം ഇടപാടുകളുടെ ആക്രാന്തിയിലാണ്. ഇന്ത്യ അതിലേക്കല്ല, ഉയർന്ന സത്യത്തിലേക്കാണ് പിന്തുടരുന്നത്. ഇന്ത്യ അതിന് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഇന്ത്യ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഉത്തരങ്ങളിൽ. ജനങ്ങളുടെ നവോത്ഥാനം. ഇന്ത്യയുടെ ഉണർവ് കേന്ദ്രീകൃതമല്ല, ഡ്രോൺ പറക്കുന്ന കർഷകരിലാണ്. വിദ്യാർത്ഥികൾ മന്ത്രങ്ങളുമായി മെഷീൻ ലേണിംഗ് പഠിക്കുന്നു. ഇത് തലസ്ഥാനങ്ങളിൽ നിന്നുള്ള മാറ്റമല്ല, കോടികൾക്ക് മുകളിൽ ഉള്ള ഹൃദയങ്ങളിലേക്കുള്ള വിസ്മയമാണ്. അതിനെ ഒരു നയവും തടയാൻ കഴിയില്ല. കാരണം ഇത് സമര പദ്ധതിയല്ല, ഇത് ആത്മീയ ഉണർവാണ്. പടിഞ്ഞാറിനുള്ള കണ്ണാടി. അമേരിക്ക ചൈനയെ നോക്കുമ്പോൾ ഒരു ശത്രുവിനെയാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യയെ നോക്കുമ്പോൾ അതിൻ്റെ സ്വന്തം വിചാരങ്ങളും അതീതങ്ങളും പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ് കാണുന്നത്. ഇന്ത്യൻ ആത്മാവ് അമേരിക്കയ്ക്ക് അനിഷ്ടമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അവരുടെ ആത്മീയ ഹൃദയശൂന്യതയെ, അവരുടെ ഉപനിവേശ മനോഭാവത്തെ. ഇന്ത്യ പാശ്ചാത്യ ചാരിതാർത്ഥ്യങ്ങളിലേക്ക് ഒതുങ്ങാൻ നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് ലോകം ഭീതിയോടെയും ആദരവോടെയും ഇന്ത്യയെ നോക്കുന്നത്. ഉണരുന്ന ഭീമൻ. ഇത് GDP വളർച്ചയും സൈനിക ശക്തിയുമല്ല, 1 കോടി ജനത അവരുടെ പൂർവ്വ ചരിത്രം തിരിച്ചറിയുന്നതാണ്. പഴയതിൽ കുടുങ്ങാനല്ല, പുതിയതിൽ കയറാനാണ്. ഇന്ത്യയിലെ യുവാക്കൾ പഴയ മേശകളിൽ കസാര തേടുന്നില്ല, പുതിയവ നിർമ്മിക്കുന്നു. പാരമ്പര്യവും പുതുമയും ഇവിടെ യുദ്ധിക്കുന്നില്ല, ചേർന്ന് ഉയരുകയാണ്. ശക്തി എന്നത് തകർക്കാനുള്ളതല്ല, സൃഷ്ടിക്കാനുള്ളതാണെന്ന് ലോകത്തിന് ഇന്ത്യ പഠിപ്പിക്കുന്നു. ഒരു കോളനിയിൽ നിന്ന് ഒരു സംസ്കാരം ശ്രേഷ്ഠാവായി മാറിയ ഈ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ ആത്മാവിനെ തിരിച്ചുണർത്തുകയാണ്. ചരിത്രത്തിലൂടെയുള്ള യാത്രയിൽ 5000 വർഷത്തെ ജ്ഞാനവും 75 വർഷത്തെ സ്വാതന്ത്ര്യവും കൂട്ടി ഇണക്കിയ ഈ രാജ്യം ഇന്ന് ഭൂതകാലത്തിൻ്റെ ജ്ഞാനവും ഭാവിയുടെ സാങ്കേതിക വിദ്യയും ഒരുമിച്ച് നടത്തുന്നു. സംസ്കൃത മന്ത്രങ്ങളും AI കോഡുകളും ഒരേ മേശയിൽ വിരിയുന്ന ഈ യുഗം ഇന്ത്യയുടെ അദ്വൈതീയതയുടെ സാക്ഷ്യമാണ്. ആഗോള സ്വാധീനം. യോഗയുടെയും ആയുർവേദത്തിൻ്റെ മാർഗത്തിൽ ലോകത്തെ ആരോഗ്യമുഖിയാക്കുമ്പോൾ
സിലിക്കൺ വാലിയിലെ ഇന്ത്യൻ മസ്തിഷ്കങ്ങൾ ഡിജിറ്റൽ ഭാവിയെ രൂപകൽപ്പന ചെയ്യുന്നു. ഒരേ സമയം പഞ്ചതന്ത്രത്തിൻ്റെ ജ്ഞാനവും സ്റ്റാർട്ടപ്പുകളുടെ പ്രതിഭയും കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്തെ ആർക്കാണ് തടയാൻ കഴിയുക? സാമ്പത്തികമായുള്ള ഉയർച്ച. അമേരിക്കയുടെ ഡോളറിനെയും ചൈനയുടെ യുവാനിനെയും വെല്ലുവിളിക്കുന്ന ഒരു ഡിജിറ്റൽ രൂപയുടെ ഉദയം UPI. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറിയ ബാംഗ്ലൂരു ഇന്ത്യയുടെ സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ ശക്തി തെളിയിക്കുന്നു. സൈനിക ശക്തി. മിസൈലുകളുടെ പരിധിയിൽ മാത്രമല്ല, മനസ്സുകളുടെ യുദ്ധത്തിലും വിജയിക്കുന്നു ഇന്ത്യ. അന്തരീക്ഷത്തിൽ ബ്രഹ്മോസ് പറക്കുമ്പോൾ ഹൃദയത്തിൽ വസുദൈവ കുടുംബകം എന്ന തത്വം പ്രകാശിക്കുന്നു. സാംസ്കാരികമായ ശക്തി. ബോളിവുഡ് സിനിമകൾ ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ ഇന്ത്യൻ പാചകശാസ്ത്രം ആഗോള രുചികളെ വിജയം കൊള്ളിക്കുന്നു. സ്പൈസി ഫുഡിനോടൊപ്പം സ്പൈസി ഐഡിയകൾ നൽകുന്ന ഒരു രാജ്യം. രാഷ്ട്രീയമായ സ്വാധീനം. G20 പ്രസിഡൻഷ്യൽ നിന്നും UN സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ആരംഭമാണ്. വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ഇന്ന് ആഗോള നയനിർണയങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. യുവാക്കളുടെ ശക്തി. 600 മില്യണിലധികം 25 വയസ്സിന് താഴെയുള്ള യുവാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ലാഭമുള്ള ഈ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്താൻ തയ്യാറാണ്. ആത്മവിശ്വാസത്തിൻ്റെ ശക്തി. സ്വാതന്ത്ര്യത്തിനു മുമ്പ് എന്ന ഭാവനയിൽ നിന്ന് സർവോപരി എന്ന ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്ര. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ശക്തി ഇന്ന് ലോകമെമ്പാടും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ഒരു രാജ്യമല്ല, ഒരു ആശയമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണമാണ്. ലോകം മുഴുവനും ഇന്ത്യയെ അനുകരിക്കുമ്പോൾ നമുക്ക് ഗർജിച്ചു പറയാം, ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ ഗുരുവാണ്. ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലോകം ഇന്ത്യയെ ഭയപ്പെടണോ അതോ ഇന്ത്യയിൽ നിന്ന് പഠിക്കണോ? ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ടാകും. ജയ് ഹിന്ദ്.